നമസ്കാരം. 103 വർഷത്തെ പാരമ്പര്യം പേറുന്ന തിരുവല്ല നഗരസഭയിൽ ചരിത്രത്തിലാദ്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നു. 1922 രൂപീകൃതമായ തിരുവല്ല നഗരസഭയിൽ ആദ്യ ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചത് റാവു സാഹിബ് സക്കറിയ ആയിരുന്നു. തുടർന്ന് ആർ പൽപ്പുപിള്ള, മാമൻ വർഗീസ്, KN മാമൻ മാപ്പിള, ME മാധവൻ പിള്ള, OC നൈനാൻ എന്നിവരടങ്ങുന്ന പ്രഗത്ഭരായ നിരവധി പേർ തിരുവല്ല നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചു. 37ാമത് ചെയർപേഴ്സണായാണ് UDFിൽ നിന്നുള്ള പട്ടികജാതി വനിതാ വിഭാഗത്തിൽപ്പെടുന്ന വിജയി സ്ഥാനം അലങ്കരിക്കുന്നത്. 39 വാർഡുകളുള്ള നഗരസഭയിൽ ഇക്കുറി 18 സീറ്റുകളിലാണ് UDF വിജയിച്ചു കയറിയത്. 8 സീറ്റുകൾ വീതം കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പങ്കിട്ടപ്പോൾ മുസ്ലിം ലീഗിന്റെയും RSPയുടെയും ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ചു. പട്ടികജാതി വനിതാ സംവരണ സീറ്റുകളിൽ നിന്ന് വിജയിച്ച 21ാം വാർഡായ തിരുമൂലപുരം വെസ്റ്റിൽ നിന്നും UDFിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച S ലേഖ, 5ാം വാർഡായ വാരിക്കാട് നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച വിദ്യാ വിജയൻ എന്നിവരെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. എൻ്റെ പേര് ലേഖ S ആണ്. UDF സംവിധാനത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഞാൻ മത്സരിച്ചത്. 165 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഞാൻ AE ഓഫീസിലെ നോൺ മിൽ സെക്ഷനിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അത് രാജിവെച്ചിട്ടാണ് ഈ മത്സരത്തിന് ഇറങ്ങിയത്. ഇനിയുള്ള 5 വർഷക്കാലം തിരുവല്ല നഗരസഭയുടെ വികസനത്തിനായിട്ട് പൂർവാധികം ഭംഗിയായി നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് വിദ്യാ വിജയൻ. ഞാൻ തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ 5ാം വാർഡ് വാരിക്കാടിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. മുസ്ലിം ലീഗിൻ്റെ കോണി ചിഹ്നത്തിൽ 82 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അന്നേരമാണ് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള അവസരം ലഭിക്കുകയും അതൊന്ന് പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. CPM 9, CPI 2, കേരള കോൺഗ്രസ് മാണി വിഭാഗം 3 എന്നതാണ് 14 സീറ്റുകളിൽ വിജയിച്ച LDFിന്റെ കക്ഷിനില. പട്ടികജാതി വനിതാ സംവരണത്തിൽ ഉൾപ്പെടുന്ന 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ LDFിന് കഴിഞ്ഞു. എങ്കിലും ഭരിക്കാൻ ആവശ്യമായ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മത്സര രംഗത്ത് നിന്നും LDF പിന്മാറും എന്നാണ് നേതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. NDAക്ക് 7 സീറ്റുകളാണ് നഗരസഭയിലുള്ളത്. അതേസമയം അധ്യക്ഷ ആരാവണമെന്ന കാര്യത്തിൽ UDFിനുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പ്രതികരിച്ചു. കഴിഞ്ഞ 100 വർഷമായി പ്രവർത്തിക്കുന്ന തിരുവല്ല നഗരസഭ ഇത്തവണയും ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രമായി തെളിയിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച നല്ലവരായ ആളുകളോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. തിരുവല്ല നഗരസഭയിലെ 39 കൗൺസിലർമാരിൽ 18 കൗൺസിലർമാരുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും 8 കൗൺസിലർമാരെ വീതം വിജയിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗിനും RSPക്കും ഓരോ കൗൺസിലർമാരുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് പട്ടികജാതി സംവരണത്തിൽപ്പെട്ട ഒരു വനിത തിരുവല്ല നഗരസഭയുടെ ചെയർപേഴ്സൺ ആകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഐക്യജനാധിപത്യ മുന്നണിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 വനിതകൾ വിജയിച്ചു എന്നുള്ളതും ജനാധിപത്യ മുന്നണി എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നതിന് തെളിവാണ്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് 5 വർഷക്കാലവും തിരുവല്ല നഗരസഭയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒരു ഭരണം നടത്തും എന്ന് തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, UDF പത്തനംതിട്ട ജില്ലാ ചെയർമാൻ. എന്നിരുന്നാലും 8 സീറ്റുകൾ നിലവിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ S ലേഖ ചെയർപേഴ്സൺ ആവുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.